ഹായ് നമസ്കാരം, ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്നാണ്. 2024 നീറ്റ് പരീക്ഷാ ഫലം മുൻകൂട്ടി നിശ്ചയിച്ച തീയതിക്ക് മുമ്പേ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 2024 നീറ്റ് UG പരീക്ഷ എഴുതിയത് 23 ലക്ഷത്തോളം ആളുകളാണ്. ഇതിൽ 13 ലക്ഷത്തോളം പെൺകുട്ടികളും 10 ലക്ഷത്തോളം ആൺകുട്ടികളും 24ഓളം ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികളുമാണ് ഉള്ളത്. മൊത്തം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ 13,16,000 വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. ഇതിലെ കേരളത്തിലെ കണക്ക് പരിശോധിച്ചാൽ കേരളത്തിൽ പരീക്ഷ എഴുതിയ 1,36,974 വിദ്യാർത്ഥികളിൽ 86,681 വിദ്യാർത്ഥികൾ യോഗ്യത നേടിയിട്ടുണ്ട്. 2024 നീറ്റ് ക്വാളിഫയിങ് മാർക്ക് പരിശോധിച്ചാൽ ജനറൽ വിഭാഗത്തിന് 164 മാർക്കാണ് യോഗ്യതാ മാർക്ക്. അതുപോലെ അൺറിസർവ്ഡ് EWS PWD വിദ്യാർത്ഥികൾക്ക് 146 മാർക്കും OBC SC ST വിദ്യാർത്ഥികൾക്ക് 129 മാർക്കുമാണ് യോഗ്യതാ മാർക്ക്. ഇനി പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ച വരുമ്പോൾ അഖിലേന്ത്യാ പ്രവേശനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൽ ഇന്ത്യയിലെ സെൻട്രൽ സ്ഥാപനങ്ങളുടെ 100% സീറ്റും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ 15% സീറ്റും അഖിലേന്ത്യാ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് ഫില്ല് ചെയ്യപ്പെടുന്നത്. അതുപോലെ ഡീംഡ് സർവകലാശാലയിലെ മുഴുവൻ സീറ്റിലേക്കുമുള്ള കൗൺസിലിംഗ് നടത്തുന്നത് അഖിലേന്ത്യാ വെബ്സൈറ്റ് വഴി തന്നെയാണ്. 2 റൗണ്ട് കൗൺസിലിംഗും ഒരു മോപ്പപ്പ് റൗണ്ടും ഒരു സ്റ്റേ വേക്കൻസി റൗണ്ടും അടക്കം 4 റൗണ്ടുകളിലായിട്ടാണ് അഖിലേന്ത്യാ കൗൺസിലിംഗ് നടക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഈ വർഷം മാർക്ക് സ്കോർ കൂടുതലുള്ള വിദ്യാർത്ഥികളുടെ നമ്പർ കൂടുതലുള്ളത് കൊണ്ട് മത്സരം വർദ്ധിക്കാനും കട്ട് ഓഫ് കൂടാനും കാരണമായി. മുൻ വർഷങ്ങളിൽ 720-ൽ 610 മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ പ്രവേശനം സാധ്യമായിരുന്നെങ്കിൽ ഈ വർഷം 650ഓളം മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ സാധിക്കുക. മാത്രമല്ല നീറ്റ് UGയിൽ ഉയർന്ന റാങ്ക് വാങ്ങിച്ച വിദ്യാർത്ഥികൾ അഖിലേന്ത്യാ കൗൺസിലിംഗിൽ പങ്കെടുത്ത് അത്തരം പ്രവേശനം നേടിയാൽ മാത്രമാണ് കേരളത്തിലുള്ള മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്ക് മുകളിലേക്ക് കയറി വരാൻ സാധിക്കുക. അതിനു പകരം ഉയർന്ന റാങ്കുള്ള വിദ്യാർത്ഥികൾ കേരളത്തിലെ മെഡിക്കൽ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി കേരളത്തിലെ സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും നല്ല മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് പോലും പ്രവേശനം നേടാൻ സാധിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നീറ്റ് UGയുടെ പ്രവേശന നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ കൃത്യമായ കോളേജുകളെക്കുറിച്ചും മറ്റും ധാരണയുള്ള ഒരു കരിയർ കൗൺസിലറുടെ സഹായം തേടുന്നത് നന്നായിരിക്കും. ജൂലൈ ആദ്യ വാരത്തിലാണ് അഖിലേന്ത്യാ കൗൺസിലിംഗ് ആരംഭിക്കാൻ സാധ്യതയുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന വെബ്സൈറ്റ് വഴിയാണ് അഖിലേന്ത്യാ പ്രവേശന നടപടികൾ മുഴുവൻ നടക്കുന്നത്. ഇതിൽ വരുന്ന അപ്ഡേഷൻ കൃത്യമായി എടുത്ത് മുന്നോട്ട് പോകണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു. താങ്ക്